വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നുണ്ട്. വ്ളാഡിമിർ പുടിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതേ സമയത്ത് വ്ളാഡിമിർ പുടിന്റെ അടുത്ത വൃത്തങ്ങൾ, വിശേഷിച്ച് റഷ്യയുടെ മുൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് പദവികൾ വഹിച്ച വ്യക്തികൾ വരെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചില അപ്ഡേറ്റുകൾ നൽകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ ആയുധങ്ങൾ നൽകാൻ സന്നദ്ധരായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന്. അതും പുടിന്റെ ഏറ്റവും അടുത്ത ആള് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വ്ളാഡിമിർ പുടിന്റെ വലങ്കൈ എന്ന് വിളിക്കാവുന്ന, മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളെന്നൊക്കെ വിളിക്കാവുന്ന ദിമിത്രി മെദ്വദേവ് എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ്, റഷ്യയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആള്, അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന് ആണവായുധങ്ങൾ കൊടുക്കാൻ സന്നദ്ധരായി വന്നിട്ടുണ്ട്. അതിൽ റഷ്യയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നു. പുടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പുടിന്റെ ഏറ്റവും അടുത്ത ആൾ പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ആണവായുധം ഉറപ്പുവരുത്താൻ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഏതാണ് ആ രാജ്യങ്ങൾ? നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളുടെ കയ്യിലാണ് ആണവായുധം ഉള്ളത് എന്ന്. എന്തായാലും ഇന്ത്യ ഇറാന് ആണവായുധം കൊടുക്കില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമോ അങ്ങനത്തെ ഒരു പോളിസിയോ ഇല്ല. ഇന്ത്യ വേറെ ഒരു രാജ്യത്തിനും ഇതുവരെ ആണവായുധം കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യയെ മാറ്റിവെക്കാം. റഷ്യ കൊടുക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. റഷ്യ ചിലപ്പോൾ ഇറാൻ ആണവായുധം കൊടുക്കും. ബെലാറസ് എന്ന് പറയുന്നത് റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം. ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഇന്ത്യയെക്കാൾ കൂടുതൽ അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന ബെലാറസ് എന്ന് പറയുന്ന രാജ്യമാണ്. ബെലാറസിൽ റഷ്യ അവരുടെ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്, ബെലാറസിന് നൽകിയിട്ടുണ്ട് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ബെലാറസ് അതിൽ ഒന്നോ രണ്ടോ എണ്ണം ഈ പറയുന്ന ഇറാന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇറാന് റഷ്യയുടെ അനുമതിയോടെ നൽകാൻ സാധ്യതയുണ്ട്. ഉത്തര കൊറിയ, റഷ്യയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. ഉത്തര കൊറിയയ്ക്ക് ആണവായുധം കിട്ടിയ വഴിയും സോവിയറ്റ് റഷ്യ തന്നെയാണ്. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് കിട്ടിയത്. അപ്പോൾ ഉത്തര കൊറിയ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രയേലും തുടർന്ന് വലിയ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, ഇറാന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആണവായുധങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുടിന്റെ ഏറ്റവും അടുത്ത വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ചൈന കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ചൈന നേരിട്ട് കൊടുക്കില്ല. ചൈനയുടെ വ്യാപാരത്തെ ബാധിക്കും. ഇന്ത്യയുടെയും പ്രശ്നം അതൊക്കെയാണ്. പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇടപെടുന്നതിനുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ, റഷ്യയെ പോലെയോ ഉത്തര കൊറിയയെ പോലെ അല്ല നമ്മൾ ആക്റ്റീവായിട്ട് ട്രേഡ് നടത്തുന്ന ഒരു രാജ്യമാണ്. നമുക്ക് റഷ്യയുടെ മേൽ ഉള്ളതുപോലത്തെ ഉപരോധങ്ങളൊന്നും നമ്മുടെ മേലില്ല. യൂറോപ്പുമായിട്ടും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടും ബാക്കി ലോക രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ വ്യാപാരം നടത്തുന്നു. നമ്മൾ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് അത് ആവശ്യമാണ്. എന്നാൽ റഷ്യ ഓൾറെഡി ലോകത്തോട് അടികൂടി നിൽക്കുന്ന ഒരു രാജ്യമാണ്, വിശേഷിച്ച് അമേരിക്കൻ ചേരിയോട്. അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒന്നും ഈ പറയുന്ന ഉപരോധം റഷ്യക്ക് പുത്തിരിയുമല്ല. അതുകൊണ്ടാണ് അവർ ചൈനയെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടു വന്നതും. അപ്പോൾ എന്തായാലും ചൈനയുടെയും പ്രശ്നം അതാണ്. വല്ലാണ്ട് അങ്ങ് അമേരിക്കയും യൂറോപ്പിനെയും ഒന്നും പിണക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നയത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇന്ത്യയെക്കാൾ കുറെ കൂടി എക്കണോമിക്കലി സ്ട്രോങ് ആയതുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ കുറച്ചും കൂടി കടുപ്പിച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ കഴിയുന്നു എന്നതിനപ്പുറം ഇന്ത്യ നേരിടുന്ന അതേ ധർമ്മസങ്കടം ചൈനയ്ക്കുമുണ്ട്. അപ്പോൾ റഷ്യ കൊടുക്കാൻ തീരുമാനിക്കുന്നത് പോലെ പെട്ടെന്ന് ഇതാ എൻ്റെ കയ്യിലുള്ള ആണവായുധത്തിന്റെ 2 നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ചൈന ഈ ഇറാൻ അത് കൊടുക്കുകയാണെങ്കിൽ, സ്പോട്ടിൽ അമേരിക്കയും യൂറോപ്പും അടക്കം, ഇന്നിപ്പോൾ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന യൂറോപ്പ് പോലും ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി കളയും. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും നേരിട്ട് ചൈന ഇതിൽ പങ്കാളിയാവില്ല. പക്ഷേ ചൈനയുടെ എല്ലാ പിന്തുണയും ഇറാൻ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പാകിസ്ഥാൻ എന്തായാലും ഇറാന് കൊടുക്കാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റ് ആണ്. ചൈനയുമായിട്ട് അവർ സഹകരിക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേ ബാക്ക് സ്റ്റോറി എൻ്റെ പുറയിലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നത് അനുസരിച്ച് ഇറാന് ചിലപ്പോൾ ആണവ പോർമുനകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആണവായുധം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നും അല്ല പറഞ്ഞത്, റെഡി ആയിട്ടിരിക്കുന്ന ആണവ പോർമുനകൾ ഇറാന് നൽകും എന്നുള്ളതാണ്. അതായത് ഈ ഘട്ടത്തിൽ റഷ്യ ഇറാനിൽ പിടിമുറുക്കാനുള്ള ശ്രമം കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ബെലാറസിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് തന്നെ പുടിന്റെ ഭരണകൂടം ഇറാൻ ആണവ പോർമുനകൾ കൊടുത്തുകൊണ്ട് ഇറാന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുകയും ഇറാനെ എന്നേക്കുമായിട്ട് റഷ്യയ്ക്കൊപ്പം നിർത്താനുള്ള ഒരു നീക്കം നടത്താനുമുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.